അസ്സലാമു അലൈക്കും. ഞാൻ വന്നിട്ടുള്ളത് കുട്ടികൾക്കൊക്കെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ക്രീമി വൈറ്റ് സോസ് പാസ്ത റെസിപ്പി ആയിട്ടാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഐറ്റമാണ്. അപ്പോൾ നമുക്ക് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അതിനായിട്ട് ആദ്യം പാസ്ത വേവിച്ചെടുക്കാൻ ആവശ്യമായിട്ടുള്ള വെള്ളം തിളപ്പിച്ചെടുക്കാം. ഏത് പാസ്ത വേണമെങ്കിലും യൂസ് ചെയ്യാം കേട്ടോ. വെള്ളം തിളച്ച് വരുമ്പോൾ അതിലേക്ക് പാകത്തിനുള്ള ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കാം. പാസ്ത വെന്ത് വരുമ്പോൾ വിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഓയിൽ ചേർത്ത് കൊടുക്കുന്നത്. വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. ഇതിലേക്ക് 1 കപ്പ് പാസ്ത അല്ലെങ്കിൽ മക്രോണി ചേർത്ത് കൊടുക്കുക. ഒരു 85% കുക്കായാലും മതി. ഏകദേശം 8 മിനിറ്റോളം വേവിച്ചെടുത്താൽ മതി. 8 മിനിറ്റ് ആയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പാകത്തിനായിട്ടുണ്ട്. ഇതൊന്ന് ഡ്രെയിൻ ചെയ്തെടുക്കാം. ഡ്രെയിൻ ചെയ്തെടുത്ത പാടും പാസ്തയിലേക്ക് തണുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇനി ഇതേ പാനിലേക്ക് തന്നെ അല്പം സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്ത് ചൂടായി വന്നാൽ 8 അല്ലി വെളുത്തുള്ളി ചോപ്പ് ചെയ്ത് ചേർത്ത് കൊടുക്കാം. വെളുത്തുള്ളി നല്ലപോലെ ഒന്ന് മൂപ്പിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ സവാള ക്യൂബ്സായി കട്ട് ചെയ്ത് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു ചെറിയ ക്യാരറ്റ് ചെറുതായി കട്ട് ചെയ്ത് കൂടി ചേർത്ത് കൊടുക്കാം. നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിലേക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ ബീൻസും ക്യാപ്സിക്കും ഉരുളക്കിഴങ്ങും ഒക്കെ ചേർത്ത് കൊടുക്കാം. മീഡിയം കുക്കായാൽ മതി. ഇനി ഇതിലേക്ക് കോൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഫ്രോസൺ കോണാണ്. മക്കൾക്ക് ഇത് ചേർത്ത് കൊടുത്താൽ കഴിക്കാൻ നല്ല ഇഷ്ടമാണ്. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഏകദേശം 2-3 മിനിറ്റോളം ഒന്ന് സോട്ട് ചെയ്തെടുത്താൽ മതി. വെന്ത് കുഴയണ്ട. വെജിറ്റബിൾസ് പാകത്തിന് കുക്കായിട്ടുണ്ട്. പാത്രത്തിൽ നിന്ന് മാറ്റിയെടുക്കാം. ഇതേ പാനിലേക്ക് തന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കിയെടുക്കാം. അതിനായിട്ട് 2 ടേബിൾ സ്പൂണോളം ബട്ടർ ചേർത്ത് കൊടുക്കുക. ഫ്ലെയിം ലോ ആക്കിയിട്ട് വേണം സോസ് ഉണ്ടാക്കിയെടുക്കാൻ. പ്രത്യേകം ശ്രദ്ധിക്കണം, ഇല്ലെങ്കിൽ കരിഞ്ഞു പോകും. ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂണോളം മൈദ ചേർത്ത് നല്ലപോലെ ഒന്ന് വേവിച്ചെടുക്കാം. ഇനി ഇതിലേക്ക് 1.5 കപ്പ് പാല് കൂടി ചേർത്ത് കൊടുക്കണം. ആദ്യം കുറച്ച് പാല് ചേർത്ത് കട്ടയില്ലാതെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നീട് ബാക്കി പാല് ചേർത്ത് കൊടുത്താൽ മതി. ബാക്കി പാല് ചേർത്ത് നല്ലപോലെ ഒന്ന് കുറുക്കിയെടുക്കണം. നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ക്രഷ്ഡ് ചില്ലിയും പെപ്പർ പൗഡറും ഒറിഗാനോയും ചേർത്ത് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഫ്ലേവറിനനുസരിച്ച് ചേർത്ത് കൊടുത്താൽ മതി. പാകത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് വെജിറ്റബിൾസ് ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിൽ ചെയ്തെടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. ഇനി ഇതിലേക്ക് വേവിച്ച് വെച്ച മക്രോണി കൂടി ചേർത്ത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. മക്രോണി ചേർത്ത് അധികം നേരം കുക്ക് ചെയ്യേണ്ട. 2 മിനിറ്റോളം ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി. കുട്ടികളുടെ ഫേവറേറ്റ് ക്രീമി വൈറ്റ് സോസ് പാസ്ത റെഡി ആയിട്ടുണ്ട്. എല്ലാവരും കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കുക. തീർച്ചയായും ഇഷ്ടപ്പെടും. എപ്പോഴും പറയുന്നത് പോലെ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീണ്ടും നല്ലൊരു റെസിപ്പി ആയിട്ട് വരാം.